വരുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന രീതിയാണ് ഇപ്പോൾ പിണറായി സർക്കാർ സ്വീകരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ മുക്കും കക്കും, അതൊന്നും ആരും ചോദിക്കാൻ വരണ്ടെന്ന ഭാവം. ശബരിമലയുടെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്ന് പ്രതിപക്ഷം ബാനർ ഉയർത്തിയതോടെ സംസ്ഥാന സർക്കാരിന് ആകെ വെപ്രാളമായി. പിന്നെ എങ്ങനെയെങ്കിലും തടിതെപ്പിയാൽ മതിയെന്നായി. സർക്കാരിന്റെ ജാളിത മറയ്ക്കാനുള്ള തത്രപ്പാടാണ് പിന്നെ നിയമസഭയിൽ കണ്ടത്. ഭരണപക്ഷത്തിന് ഉത്തരം മുട്ടിയതോടെ ചോദ്യോത്തരവേള പോലും റദ്ദാക്കി സഭ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ ചർച്ച അനുവദിക്കാതെ സർക്കാർ ഒളിച്ചോടുകയായിരുന്നു. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കപ്പെട്ട ഗുരുതരമായ വിഷയത്തിൽ ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന വിമർശനം. പ്രതിഷേധം ശക്തമായതോടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറുകളും ബോർഡുകളുമായി MLA മാർ നടുത്തളത്തിലിറങ്ങി. പ്രതിഷേധം കനത്തപ്പോൾ പ്രതിപക്ഷ MLA മാർ സ്പീക്കറുടെ കസേര പോലും മറച്ചുകൊണ്ട് ബാനർ പിടിച്ചു. സഭയ്ക്കുള്ളിൽ പിന്നീടങ്ങോട്ട് ശരണം വിളികൾ മുഴങ്ങുകയായിരുന്നു. അടിയന്തര പ്രമേയം തള്ളാൻ സർക്കാർ കണ്ടെത്തിയ ന്യായമാണ് ഏറ്റവും കോമഡി. ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ് എന്ന പഴഞ്ച ന്യായമാണ് സ്പീക്കറും സർക്കാരും ഉയർത്തിയത്. പ്രതിപക്ഷത്തെ ഉപദേശിക്കാൻ തുനിഞ്ഞ ധനമന്ത്രി KN ബാലഗോപാലിനും പ്രതിപക്ഷം വയറു നിറയെ കൊടുത്തിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ ഉത്തരം പറയാനുള്ള ബാധ്യത ഭരണപക്ഷത്തിനുണ്ടെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു. അതേസമയം ദേവസ്വം വിജിലൻസ് പോലും ഈ വിഷയത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് നടത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് വിജിലൻസ് പറയുന്നു. 2019 ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് ധാരണ പിശകാണ് എന്ന ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴിയെ വിശ്വസിക്കാൻ കഴിയില്ല. കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കൈകാര്യം ചെയ്യുന്നവർക്ക് സ്വർണവും ചെമ്പും തിരിച്ചറിയാൻ കഴിയാതെ പോയതല്ല, മറിച്ച് സ്പോൺസർമാരുമായി ചേർന്നുള്ള ഒത്തുകളിയാണ് ഇവിടെ നടന്നത്. സ്വർണ്ണപ്പാളിയിലെ തൂക്കക്കുറവ് പോലും റിപ്പോർട്ട് ചെയ്യാതിരുന്ന ഉദ്യോഗസ്ഥരുടെ നിലപാടുകളിൽ വലിയ ദുരൂഹതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും രാജിവെക്കാതെ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷം. സഭ വീണ്ടും ചേരുമ്പോൾ ശബരിമല വിഷയം ഉയർത്തി വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അയ്യപ്പന്റെ സ്വത്ത് കട്ടവർ ആരാണെന്ന് CBI അന്വേഷണത്തിലൂടെ പുറത്തു വരണമെങ്കിൽ ഭരണപക്ഷം നിലപാട് മാറ്റിയേ മതിയാകൂ.